ഇതാണ് കേട്ടപ്പോ ഞങ്ങളുടെ വീട്. ഇവിടെ പെയിന്റിങ് നടക്കുകയാണ്. ഒരു 10 വർഷമായി പെയിന്റ് അടിച്ചിട്ട്. അപ്പൊ ഒന്ന് പെയിന്റ് ഒക്കെ അല്ലേ 12 വർഷമായി. അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പൊ വലുതായില്ലേ. അപ്പോൾ എന്താ പറയാ, ഒന്ന് പെയിന്റ് ഒക്കെ അടിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇപ്പോൾ തുടങ്ങിയത്. അവര് വരുമ്പോഴേക്കൊക്കെ റെഡി ആക്കണം. അതെ, ഷിഫ്റ്റിംഗ് ആണ്. അതെ, ഇതാണ് ഞങ്ങൾ രണ്ടാളും ആണ് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ കോലം. ഇപ്പോ ഇതൊക്കെ ഒന്ന് റെഡി ആക്കണം. ശരിയായി വരണം. എപ്പോഴാണോ? അതെ, കൊറേ പണിയുണ്ട്. എല്ലാം അവിടെയും ഇവിടെയൊക്കെ എല്ലാ റൂമിലും കച്ചറകളാണ്. ഒതുക്കി വെക്കാൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു പണിയാണ്. ഇതിലാണ് ഇട്ടപ്പോ ഞങ്ങളെ കിടത്തം. എന്താ ആകെ കച്ചറയാണ്. പക്ഷെ ഒരു നിവൃത്തിയില്ല. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഇനി. ഒരാഴ്ച മണി പിടിക്കും. അല്ല, ഉള്ളിലത്തെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് വൃത്തിയാക്കാം. അതെ, ഉള്ളിലൊക്കെ ഏതാണ്ട് കഴിയാറായി. 2 ദിവസം കൂടെ ഉള്ളൂ. പുറത്ത് അവര് പെയിന്റിങ് പുറത്തേക്ക് ചെയ്തതിന്റെ ശേഷം ഇതെല്ലാം ക്ലീൻ ആക്കി വെക്കാൻ. അങ്ങനെ ഒരാഴ്ചയായി പെയിന്റിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഉള്ളിൽ എല്ലാ സാധനങ്ങളും. അതാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യാനും കൂടിയും പറ്റുന്നില്ല. എല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ച് മാറ്റി വെച്ച് ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടണ്ടേ. ഒരു വശത്ത് നടക്കുന്നുണ്ട്, ഒരു വശത്ത് ഇങ്ങനെ ക്ലീനാക്കി കൊണ്ടിരിക്കുന്നു. ഭയങ്കര ബിസിയാണ്. പുറത്തിറങ്ങുന്നില്ല. അപ്പോൾ അകത്തൊക്കെ നിയർലി കംപ്ലീറ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാം ഒന്നും സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇന്ന് മുതലൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ റൂമിൽ നിന്ന് ഇതിനിടയിൽ ചില ദിവസം വരില്ല. അപ്പോഴും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഇതിലാണ്. എന്തായി വെക്കലൊക്കെ? നീ എടുക്കും 5 ദിവസം. ഇതിനിടയിലൊന്ന് ഷൂട്ട് ചെയ്യാനും സമയം കിട്ടുന്നില്ല. സമയത്തൊക്കെ എല്ലായിടത്തും ഇതല്ലേ, കിച്ചണൊക്കെ കച്ചറയാണ്. കുറേ 10-12 കൊല്ലമായി പെയിന്റ് അടിച്ചിട്ടേ. പിന്നെ അത്ര ആൾക്കാരൊന്നും വരുന്നില്ല. അത് ക്ലീൻ ചെയ്യാനൊക്കെ ഞങ്ങൾ തന്നെ വേണം. ആകെ 2 ഒരാളൊക്കെ വരുന്നത് പെയിന്റ് അടിക്കാൻ. ഇന്നിപ്പോൾ ഒരു റൂം റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് മിസ്സാവുന്നു. ശനിയാഴ്ച മിസ്സായി. ഇത് 10 ദിവസമായില്ലേ തുടങ്ങിയിട്ട്. ഒരാളൊക്കെ വരുന്നത്. ചിലപ്പോൾ 2 വരും. അപ്പോൾ ഞങ്ങൾ തന്നെ ഒക്കെ ഹെൽപ്പ് ചെയ്യണ്ടേ. തീരെ സമയമില്ല. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ സമയം കിട്ടിയപ്പോൾ ഒരു ഇതിലേക്ക് ആക്കി. ഈ ഒരു റൂം ഓൾറെഡി ക്ലീൻ ആയി. ഒക്കെ ബെഡൊക്കെ ഇട്ടിട്ടില്ല. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടാളും മാക്സിമം പണിയെടുക്കാനിപ്പോ. അപ്പൊ കുട്ടികളിപ്പോ ലീവ് വെക്കേഷനിൽ വരും. അപ്പൊ അതിന്റെ മുന്നേ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു തന്ത്രപ്പാടിലാണ് ഇപ്പൊ. സുരേട്ടൻ ഫാനൊക്കെ ക്ലീൻ ആക്കാണ്. അതിനെന്താ പെയിന്റ് അടിക്കണ്ടോ? പെയിന്റ് അടിക്കും. ഒക്കെ നല്ല ഫാനാണ്. പക്ഷെ ഇത് കൊത്ത് ഇതായി പോയി. ഇതൊക്കെ പഴയതായി. മെറ്റലൊന്നും ഇപ്പൊ കിട്ടില്ല. അതൊക്കെ ഒന്ന് പെയിന്റ് അടിക്കച്ചിട്ടാണ്. ഇതൊക്കെ 10-35 വർഷം പഴക്കമുള്ളതാ. വീട് കൂടിയിരുന്നപ്പോ അടിച്ചാ തോന്നണം അല്ലേ. ഇവര് പറയാ ഫാന് മാറ്റണം. എന്ത് മാറ്റണ? ഫാനൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഒക്കെ ഇപ്പൊ പുതിയതാക്കി തരാം. എന്നാ അടിച്ചോളൂ. ഇപ്പൊ നല്ല ബിസി ആയിട്ട് 1 മിനിറ്റ് നേരം ഒഴിവില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കുക എന്നുള്ളതാണ് വയസ്സുകാലത്തെ ടൈം പാസുകളല്ലേ സുരേട്ട? നമുക്ക് എന്നും പണി തന്നെ വയസ്സുകാലത്ത്. അതുകൊണ്ട് നേരം പോവാനൊരു പണിയില്ല. പഴയ മോഡൽ അതൊക്കെ തട്ടിയെടുക്കണം. അത് ശരിയാ. ഇപ്പോഴത്തേക്കാണ്ട് വലിച്ച പോരും. ഇപ്പൊക്കെ ഫൈബർ ആവും അല്ലേ? ഒക്കെ ഫൈബറാ. ഇതൊക്കെ സ്റ്റീലാണേ.
ഒക്കെ അതെ, സാധനം നല്ല സ്ട്രോങ് ആവും ഇതൊക്കെ. പക്ഷെ എന്താ വെച്ചാ ഉപയോഗിക്കണില്ലല്ലോ, അതുകൊണ്ടാണ് ഏറെ. ആകെ കച്ചറ കേട്ടോ. എന്താ വെച്ചാ എല്ലാം പുറത്തേക്ക് എടുത്തിട്ടിരിക്കുകയാണ്. അതാണ് ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. ഡെയിലി രാവിലെ കുളിയൊക്കെ ഉണ്ട് ഇപ്പൊ. കുളിയും ജപമൊന്നും ഇല്ല, രാവിലെ കുളിയൊന്നും ഇല്ല. എന്താ കാര്യം? ഇതൊക്കെ തന്നെ അല്ലേ. എന്താ ചെയ്യണ്? ലീഫ് ഊരിട്ടോ, കൊറേ കാലല്ലേ ദൂരിട്ടോ, അതെ തുരും പിടിച്ച പോലെ. അപ്പൊ എൻ്റെ കയ്യിൽ സ്ക്രൂ ഇല്ലേ? സ്ക്രൂ ഒന്നുമില്ല. ഇത് സീലിംഗ് ഫാൻ ആട്ടോ. സീലിംഗ് ഫാൻ പെയിന്റ് അടിക്കാൻ പോവാണ്. ഇത് എന്ത് പെയിന്റാ? ഇത് സ്പ്രേ പെയിന്റ്. മറ്റേ കൈ കൊണ്ട് അടിച്ചാൽ ഇത് ശരിയാവില്ല. ഇത് സ്പ്രേ വാങ്ങി അടിച്ചാൽ ഇപ്പം അത് കുറച്ച് അടിച്ച് വേഗം ഉണങ്ങും ചെയ്യും. നല്ല സ്മൂത്ത് ഫാനാണ് ഇത്. എത്ര വർഷമായി കുടിയിരിക്കുമ്പോൾ? 33 വർഷമായി. ഒക്കെ ഇനി പുതിയതാക്കി എടുക്കുകയാണ്. അല്ല, പഴയ സാധനത്തിനൊന്നും കളയച്ചപ്പോ ഞങ്ങൾ ഇനിയൊക്കെ കളയണ്ടല്ലേ. അപ്പൊ അല്ലെ, പഴയതൊക്കെ കളയച്ചാലേ നമ്മളൊക്കെ കളയാറായി പറയാ. സംശയം. അപ്പൊ പഴയതിനൊക്കെ കളഞ്ഞു നോക്കിയാ മതി. അതെ, കളഞ്ഞ് പുതിയത് ആക്കുകയാണ് പഴയതിനൊക്കെ. മിനിറ്റ് നേരം വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യൻ. ഇവിടുത്തെ സ്വിച്ചുകളെല്ലാം മാറ്റിട്ടോ. എല്ലാം സുരേട്ടനാണ്. അതെ, കാണിച്ചില്ല അതൊന്നും. അതെ, എല്ലാ സ്വിച്ച് ബോർഡുകളും മാറ്റി സ്വന്തം. പെയിന്റ് അടിക്കാണ്ട്. അതെ, കൂരലൊക്കെ നമ്മുടെ വക തന്നെ അഴിക്കലും പ്ലംബിങ്, പെയിന്റിങ്, എന്താ പറയാ, ഇലക്ട്രിക്കൽ വർക്കുകള്, എല്ലാം കുക്കിംഗ്, എല്ലാം പയറ്റും. പൊട്ട് വെച്ചിട്ടാണേ. പൊട്ട് അല്ല, പൊട്ടല്ല, ഇത് കണ്ണടയുടെ മുകളിലാണ് പൊട്ട് വെക്കല്. എത്ര എണ്ണ ഞാൻ ആ ബാത്റൂം എന്നൊക്കെ പറിച്ചു ക്ലീൻ ആയില്ലേ നോക്കൂ. പറഞ്ഞിട്ടെന്താ, പൊട്ടെടുത്ത് കളയണോ ഓരോ ദിവസം വെച്ച് കഴിഞ്ഞ്? സ്ഥലം കിട്ടിയ അവിടെ കൊണ്ട് എല്ലാവരും അതന്നെയല്ലേ ചെയ്യുക. ഒരു പതിക്കല് എല്ലാ പെണ്ണുങ്ങളും ഞങ്ങള് പൊട്ടൊന്നും കുത്താറില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് സ്വന്തം ടേബിളിന്റെ മുകളില് അതുപോലെ സാധനം സേഫ്റ്റി പിന്നെ ഈ വീട്ടിൽ എവിടെ നോക്കിയാലും സേഫ്റ്റി. ഞാൻ അടുത്ത് കളയല്ലോ. ഇത് തുണി കൊണ്ട് തുടക്കണേക്കാളും ഏറ്റവും നല്ലത് ഞാനേ പേപ്പർ കൊണ്ട് തുടക്കിട്ടോ. ഈ അലമാരി ഒന്ന് ഇതാക്കട്ടെ. എന്റെ അലമാരി അത് അലമാരി തുടച്ചോളൂ. ഇതെന്റെല്ലേ? ഇതന്നെ 35, പിന്നെ 35 വർഷം തന്നെ. ഇതൊക്കെ ഇവിടെ പഴയതല്ലാതെ ഒന്നും പുതിയത് കാണില്ല കേട്ടോ. ഇപ്പോഴുള്ള 1-2 ഞാൻ തന്നെ തുടക്കണം എന്റെ അലമാരി. അല്ല, ഇതൊക്കെ ഇങ്ങനെ ഞങ്ങള് എല്ലാ മാസം ക്ലീൻ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ്. അതുകൊണ്ട് ആദ്യമൊന്നുമില്ല. പക്ഷെ ഈ വൃത്തികേടുകളൊന്നും മാസത്തിലൊരു ദിവസം ഉണ്ട് എല്ലാ ക്ലീനിങ്ങും. ആര് വന്നാലും നമ്മളുടെ വീട് നമ്മൾ തന്നെ വൃത്തിയിൽ ചെയ്യണം. എനിക്കിഷ്ടം അതാട്ടോ. വീടിങ്ങനെ എപ്പോഴും വൃത്തിയിലിരിക്കണം. എന്നാലാണ് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ. ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോവാൻ. അത് ഞാൻ അടിച്ചു വരിക്കോളാം. അങ്ങനെ ഈ ഫാനിന്റെ പെയിന്റിങ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ പുതിയത് മാതിരി ആയിട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. ഇത് കറങ്ങുമ്പോഴേ ഇതിന്റെ സ്മൂത്ത്നെസ് അറിയുള്ളൂ അല്ലേ. നല്ല ഫാനത്. അതുകൊണ്ട് ഇത് കളറ് കുഴപ്പമൊന്നുമില്ലല്ലേ? വൈറ്റ് എപ്പോഴും വൈറ്റ് അല്ലേ നല്ലത്. ഇത് മാറ്റണ്ടേ? എന്താ വെച്ചാൽ ചളി പിടിച്ചാലും നമ്മൾ ക്ലീൻ ആക്കും. മറ്റേത് ബ്രൗൺ ഒക്കെ ആകുമ്പോ ചളി അറിയില്ല. അപ്പൊ അങ്ങനെ നിക്കും. ഇപ്പൊ നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് സ്പ്രേ പെയിന്റ് അല്ലേ അടിച്ച്? സ്പ്രേ. ഇനിയിപ്പോ പെഡസ്റ്റല് ഉണ്ട് ക്ലീൻ ചെയ്യണതേ. ഇനിയിപ്പോ ഇത് എടുക്കാം. ഇതിന്റെ പിന്നെ ഈസിയാ. ഇവരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്
രാവിലെ ആയി ഓരോ സ്ക്രൂ ഡ്രൈവറായിട്ട് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും എന്ന്. എന്താ അതിന്റെ മുകളിൽ പൊടി? അതൊക്കെ കുറേ ദിവസമായി എടുക്കാറില്ലല്ലോ. ആകെ ഞങ്ങൾക്കൊരു റൂം എന്നെ പതികാണെന്നുള്ളൊരവസ്ഥയാണ്. ഇതൊന്നും യൂസ് ചെയ്യാറില്ലേ? യൂസ് ചെയ്യാത്ത കാരണം കേട്ടോ. പിന്നെ ഇന്നും ഉണ്ടാവൂല്ല. വണ്ടി ആരും മുടി വെട്ടിയില്ലേ? അതെ, മുടി വെട്ടി എല്ലാം പറ്റും. മുടി വെട്ടി. പക്ഷെ പാവം ചെറിയ കുട്ടികള് അത് ജിത്തുവിന്റെ രാജുവിന്റെ ഏട്ടന്റെ മക്കളുടെ മുടി ഞാൻ വെട്ടിത്തരാടാ പറഞ്ഞിട്ട് വെട്ടിക്കൊടുത്തു. എല്ലാം വിക്രസും അറിയാം. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ. അതെ, ഇവിടെ ഇപ്പൊ സുരേട്ടൻ ഇവിടെ മാത്രല്ല കേട്ടോ, ഇപ്പൊ സിസ്റ്റേഴ്സിന്റെ വീട്ടിലും ഒക്കെ ഇലക്ട്രിസിറ്റി സംബന്ധമായ എല്ലാ ജോലികളും മൂപ്പരാണ്. എന്താ ട്യൂബ് നേരെയാക്കുക, മാറ്റുക, മോട്ടറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒക്കെ ചെയ്യൂട്ടോ. അല്ലാതെ വീട്ടിൽ മാത്രല്ല, ആർക്ക് വേണമെങ്കിലും അവർക്കൊക്കെ ചെയ്തു കൊടുക്കും. 2 ഫാന് സീലിംഗ് ഫാൻ അയച്ചു മാറ്റാണ്ട് പിന്നെ പറഞ്ഞിട്ട് ഇനി ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കൊറേ പണിയുണ്ട്. ഇപ്പൊ ഗീതൊക്കെ വരുമ്പോഴേക്കും ഒക്കെ റെഡിയാക്കണം, അല്ലെങ്കിൽ ചെക്കൻ വന്നാ ഒന്നിനും നേരം കിട്ടില്ല. ഏതായാലും ക്ലീൻ ചെയ്ത് കഴിയട്ടെ. ഇനി ഇതൊക്കെ ഇനിയിപ്പോ എന്താ ഒന്നും ഇല്ലല്ലോ, വൃത്തിയാക്കലല്ലേ ഉള്ളൂ. ഇത് ക്ലീൻ ചെയ്തിട്ട് ഇന്ന് പെയിന്റ് അടിക്കാൻ പറ്റുമോ? നാളേക്ക് ഉണങ്ങുള്ളൂ. അത് ശരിയാ. ഇത് വേഗമൊക്കെ കാണും. കൈ കൊണ്ട് അടിച്ച ഫിനിഷിങ് കിട്ടില്ലേ? കൂടി ഒന്നാണ്ട് അടിച്ചിട്ട് അപ്പൊ ഏതാണ്ട് അകത്ത പണിയൊക്കെ ഫിനിഷ്. പിന്നെ കുറച്ചും കൂടി ഇത് ഫാനൊക്കെ ഫിറ്റ് ചെയ്യാണ്ട്, സീലിംഗ് ഫാനൊക്കെ. എന്നാലിപ്പോ താൽക്കാലികമായിട്ട് കുറച്ച് തുണികൾ നാളെയൊക്കെ ആയിട്ട് പുറത്തേക്ക് കിടക്കണ്ടാവും അല്ലേ? നാളത്തോടെ കഴിയുണ്ടാവും. അല്ല, അകത്തെ പണി കേട്ടോ. പുറത്തൊക്കെ ഇനി എത്ര ദിവസം എടുക്കുമെന്ന് അറിയില്ല. കൊറേ വേസ്റ്റ് ആവുമല്ലേ ഇങ്ങനെ അടിക്കുമ്പോ? വേസ്റ്റ് ആവും. ഇതില് ഈ ഇങ്ങനെ ഗ്രില്ലുള്ളേ. ഓ, അത് ശരി. അല്ലെങ്കിൽ നല്ലത് ഇതാണല്ലേ? ഇതില് ഹാഫ് കൊണ്ട് ഞാൻ മറ്റേ ഫാൻ ഫുൾ ചെയ്തു. ഇതിങ്ങനെ പേപ്പറിൽ പോവല്ലേ, ഇങ്ങനെ ഗ്രില്ലല്ലേ. അപ്പൊ വൃത്തിയായല്ലേ? അത് ശരി. ഓയിലിന്റെ മുകളിൽ പിടിക്കില്ല. ഡ്രൈ ആയിട്ട് തിരിച്ചു വരും. പിന്നെ ഒന്നാമത് നമ്മളുടെ അവിടെ ഇങ്ങനെ എന്താ പറയാ, കടൽ പ്രദേശമല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ തുരുമ്പ് പിടിക്കില്ല അല്ലേ? കടൽക്കാറ്റടിക്കുന്നവർക്കാണ് പൊന്നാനിയൊക്കെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. ഇവിടെ അത്ര തുരുമ്പ് അങ്ങനെ നമ്മളങ്ങനത്തെ പ്രദേശമല്ലല്ലോ, അതുകൊണ്ടാവും. ഇപ്പൊ ഞങ്ങളെ എന്താണ് ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടായിട്ടപ്പോൾ ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഒരു നിവൃത്തിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുവരെ കാണാത്ത അവരുണ്ടെങ്കിൽ ഞാൻ ഇട്ടതുവരെയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ടിങ് ഒന്ന് വേണേ. 2 ദിവസം കൂടി വേണം. അതെ, 2 ദിവസം കൂടി കഴിഞ്ഞാലാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അടുക്കള റെഡി ആയിട്ടില്ല. അടുക്കളയുടെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു, പക്ഷെ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടില്ല. എന്നൊക്കെ ഒക്കെ അവിടെയും ഇവിടെയും കിടക്കുകയാണ്. അപ്പോൾ ടൈലൊക്കെ ഒന്ന് കഴുകി ഒക്കെ വൃത്തിയാക്കിയിട്ട് വേണം ഒക്കെ സെറ്റ് ചെയ്യാൻ. അപ്പം അതിൻ്റെ 2 ദിവസം കൂടിയും പിടിക്കും. അത്ര വിലയൊന്നുമില്ല കേട്ടോ. അതെ, പണ്ട് ഞാൻ അത് കൊടുത്തിരുന്നു അവിടുന്ന്. പക്ഷെ അവിടത്തേക്ക് അതെ ഫ്രിഡ്ജൊക്കെ അടിക്കാം. ഒരു 2 ടിൻ ഉണ്ടായാൽ മതി. അതെയാ, എന്നാ ഫ്രിഡ്ജിൽ നിന്ന് അടിച്ചോളൂ. ഫ്രിഡ്ജിന്റെ ആ കൈ വെക്കുന്നിടത്തൊക്കെ പോയിക്കുന്നു. സെയിം കളർ തെരഞ്ഞെടുക്കണേ, അതാ പ്രശ്നം. അവൈലബിൾ ആണ്, ആമസോൺ ഉണ്ട്. അതെയാ, ഇപ്പൊ ഒന്നും കിട്ടായില്ലല്ലോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കുക്കിംഗ് ആയിട്ട് കാണാം അല്ലേ ചേട്ടാ? കുക്കിംഗ് ആയിട്ട് കാണാം അല്ലേ? ഇതിന്റെ ബാക്കിയുണ്ടല്ലോ. ഇനി ഇല്ലെങ്കിൽ വീട് അങ്ങനെ സെറ്റ് ചെയ്തിട്ട്, പുറത്തൊന്നും അടിച്ചിട്ടില്ലല്ലോ, വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട്
ഇപ്പൊ ആക്രിക്കട മാതിരി കേട്ടോ വീട്. ഈ ടെക്നിക്കലൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ ആരെങ്കിലും പഠിച്ചോട്ടെ. അതെ അതന്നെ, ഇതൊക്കെ പെണ്ണുങ്ങൾക്കും ചെയ്യാട്ടോ. അപ്പൊ നമ്മള് ഒരു ഫാനൊക്കെ ഉള്ളിച്ചപ്പോ അത് ഇങ്ങനെ ചെയ്യാൻ എന്താ പണി? ഒരു പണിയില്ല. ഇടയ്ക്കൊക്കെ ചെയ്താൽ വേന എന്നും പുത്തം പോലെ ഇരിക്കുകയും ചെയ്യും. ഇതിന് എത്ര വില ഉണ്ട്? ഇതിനോ? ഇത് 100 അത്ര ഇത് അത്ര ഹൈ ക്വാളിറ്റി ഒന്നല്ല, നല്ല ക്വാളിറ്റിയുടെ ഒക്കെ 250-300 വരെ ഉണ്ട്. പക്ഷെ ഇത് ഫാനൊക്കെ ഇത് മതി, ഫ്രിഡ്ജിന് നല്ലത് മേടിക്കാം. അതെ, ഇതിനൊന്നും പ്രശ്നമില്ല, അതിങ്ങനെ ഇരിക്കല്ലേ. അറിയാ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. കൈ കൊണ്ടടിച്ച് എത്രയായാലും ഈ ഫിനിഷിങ് കിട്ടില്ല. അപ്പൊ ഓക്കെ ബൈ. ഓക്കെ ബൈ.